ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എണീറ്റതും നേരത്തെ ഓഫീസിലെത്താന്ന് വിചാരിച്ചു. പുറത്തിറങ്ങി സ്ഥിരം കയറുന്ന ഓട്ടോച്ചേരനോട് ചോദിച്ചപ്പോൾ ഇന്ന് അവർക്ക് സ്ട്രൈക്കാണ് പോലും. ഒന്നും നോക്കിയില്ല, റാപ്പിഡോ വിളിച്ചു നേരെ ഓഫീസിലോട്ട് വിട്ടു. ഇവിടെ സൈഡിൽ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ടീ ഷോപ്പുകളാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി വേഗം ഓഫീസ് ക്യാബിൽ കയറി ഓഫീസെത്തി അതേപോലെ പഞ്ചും ചെയ്ത് അങ്ങോട്ടൊരു നടന്നു. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. ലെഫ്റ്റിൽ നേരെ മേലെ കയറിയ എൻ്റെ പ്ലേസ് എത്തി. ദിസ് ഈസ് മൈ ഫ്രണ്ട് വിശാഖ. തമിഴാണ്. എനിക്കിവിടെ ഉള്ളൊരു ഫ്രണ്ട്സ് തമിഴാണ്. എനിക്ക് അങ്ങനെ മലയാളി ഫ്രണ്ട്സ് ഒന്നും ഇവിടെ അധികമില്ല. അങ്ങനെ അവൾ പറയുക എനിക്ക് വീഡിയോ എടുത്തായോ എന്ന്. കമ്പനിയിലെത്തിയിരുന്നത് പറഞ്ഞ പോലെ സമയം അങ്ങോട്ട് പോയി. ഇതാണ് ഞങ്ങളുടെ സീക്രട്ട് വഴി. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞങ്ങളുടെ സീക്രട്ട് വഴിയാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ആ AC-യുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അത് വേറൊന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മേലൊക്കെ പൊള്ളും. അമ്മ അതിൽ വെയിലാ പുറത്ത്. അങ്ങനെ സ്ഥലം അന്വേഷിക്കാനുള്ളൊരു അവസാനമായിട്ട് ഒരു പ്ലേസിൽ വന്നിരുന്നു. വെയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. വെയിൽ അമ്മ അതിൽ വെയിലാണ്. ഒരു ചെക്കൻ അവിടെ കിടക്കണ കണ്ടോ ആരേലും? പാവം, വെയിലില്ലാത്ത നോക്കി കിടന്നു തോന്നുന്നുണ്ട്. நல்லா இருக்க பொண்ணு இல்லையா? படம் நல்லா இருக்குன்னு நினைக்கிறேன். என்ன பேஸ் அந்த மாதிரி இருக்கு. ஹலோ மேடம். അങ്ങനെ നമ്മുടെ ലഞ്ച് ടൈമായി. ഞങ്ങൾക്കത് ഭയങ്കര ഷോക്കായിട്ടോ. എന്തൊക്കെ കാണണേന്ന് വിചാരിച്ചു. ഇങ്ങനൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ്. ഹോസ്റ്റലിൽ ഫുഡിന് കറി ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ സ്റ്റാർട്ടേഴ്സ് കഴിച്ചു. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഷോക്കായിരുന്നു. ആഫ്റ്റർനൂൺ ഒരു 4 മണിക്ക് ശേഷം 3rd ഫ്ലോറിൽ ആരോ എന്തോ പണിയൊപ്പിച്ചിട്ടുണ്ട്. എമർജൻസി ഫയർ ഓണായി. ഒരു 10 മിനിറ്റ് അങ്ങനെ പോയി. ഇങ്ങനെ അലാറം വരുമ്പോഴേ അറിയണം ഇവിടെ ഇത്ര ആൾക്കാരുണ്ടെന്ന്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിരുന്നു. ഒരു 7 മണിയായി ഞാൻ പുറത്തിറങ്ങുമ്പോൾ. നമുക്ക് ഓപ്പോസിറ്റ് കോഗ്നിസൻ്റ് ഓഫീസ് കാണാം കേട്ടോ. ദെൻ റിട്ടേൺ ഓട്ടോ കയറി ഷെയർ ഓട്ടോ ആണ് ഈ കാണുന്നത്. അങ്ങനെ എത്തി. നൈറ്റ് ആയാലും ഇവിടെ ട്രാഫിക്കിന് ഒരു കുറവുമില്ല. നമ്മൾ വേണം നമ്മളെ ശ്രദ്ധിക്കാൻ. ക്ലോസ് ചെയ്യണ കാര്യം പിന്നെ പറയാൻ വേണ്ട.